പോരാ, തീരുന്നില്ല. 3 വീടുകൾ ആകാശലോകത്തിലോട്ട് തിളങ്ങുന്ന നക്ഷത്രങ്ങളാണ്. 3 വീടുകൾ ആകാശലോകത്തിലോട്ട് തിളങ്ങുന്ന നക്ഷത്രങ്ങളാണ്. ഏതൊക്കെയാണ് ആ 3 വീടുകൾ എന്നറിയോ? ഒന്നാമത്തത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ബൈത്തുല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളികളാണ്. അല്ലാഹുവിന്റെ പള്ളികൾ. അല്ലാഹുവേ ഖൈറും സന്തോഷവും നൽകണേ അല്ലാ, റാഹത്തും സമാധാനവും സന്തോഷ ജീവിതവും നൽകണേ അല്ലാ. മഹാന്മാരെ ബർക്കത്തുണ്ട്. ഉറക്കാമീൻ പറഞ്ഞ പഠിച്ചോനെ മഹാന്മാരെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ നന്നാക്കണേ റബ്ബേ. മഹാന്മാരെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ നന്നാക്കണേ റബ്ബേ. മഹാന്മാരുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ നന്നാക്കണേ റബ്ബേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ വീട് ഞാൻ എടുത്തു. അൽഹംദുലില്ലാഹ് ഒരു പ്രയാസങ്ങളൊന്നും ബുദ്ധിമുട്ടുകൾ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. ഒരു സങ്കടം എനിക്ക് കണ്ണിയത്ത് ഉസ്താദിൻ്റെ നേർച്ചയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാരണമാണ്. ആ കാരണം എന്താണെന്നുള്ളത് ഞാൻ വെളിപ്പെടുത്തി തരാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നാളെ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഉപകാരപ്പെടും. ഈ മജ്ലിസ് കൊണ്ടൊക്കെ നിങ്ങൾക്ക് റാഹത്താവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രകാമീൻ പറഞ്ഞ പടച്ചോനെ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. നോക്കണേ എൻ്റെ സഹോദര, എഴുന്നേൽക്കണം. 3 നക്ഷത്രങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് അല്ലാഹുവിന്റെ ഭവനമാണ്. രണ്ടാമത്തത് നബി തങ്ങൾ പറയാ ഹാഫിളുള്ള സ്ഥലങ്ങളാണ്. ഹാഫിളുള്ള സ്ഥലം, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന, ഖുർആനുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ, അവരുള്ള സ്ഥലങ്ങൾ ആകാശലോകത്തിലോട്ട് തിളങ്ങുന്ന നക്ഷത്രമാണ്. റസാഖിച്ച സംസാരിക്കുന്നത് തിരിയണില്ലേ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉറക്കാമീൻ പറഞ്ഞ പഠിച്ചോനെ ബർക്കത്ത് നൽകണേ അല്ലാ, അല്ലാഹുവേ റാഹത്ത് നൽകണേ അല്ലാ. അവര് വരുന്ന സമയത്തിൽ എന്നോടൊരു കാര്യം പറഞ്ഞു. ഇതിൻ്റെ ഉപ്പയാണ്. ആര്? റസാഖിച്ച വയസ്സായി അങ്ങെത്തിയാണ്. മൂപ്പർക്ക് മകന്റെ മകനും മകളുടെ മക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മൂപ്പര് പറയാ ഇതിൻ്റെ ഉപ്പയാണ്. നോക്കിയാണ് നിങ്ങൾ അത്രയും വയസ്സുള്ളൊരു മനുഷ്യൻ. അല്ലാഹുവേ അവരുടെ പിതാവിന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ, കാമീൻ പറഞ്ഞ പഠിച്ചോനെ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഇതിനു വേണ്ടി ഓടി നടക്കുന്ന പ്രവർത്തകരിൽ ഒരാളാണ് റസാഖിച്ച. അല്ലാഹുവേ അബ്ദുർ റസാഖിച്ച, അല്ലാഹുവേ അവരുടെ ജീവിതത്തിൽ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, അവരുടെ ഉമ്മാക്കും നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഞാൻ പാർത്തട വീട്ടിലാണ്, ആ വീട്ടിൽ നീ ഖൈറും ബർക്കത്തും കൊടുക്കണേ അല്ലാ. അവന്റെ സഹോദര, മൂന്നാമത്തത് തഹജ്ജുദ് നിസ്കരിക്കുന്ന വീടുകളാണ്. രാത്രി സമയത്ത് ഭാര്യ അറിയാതെ, മക്കൾ അറിയാതെ, കുടുംബങ്ങൾ അറിയാതെ തഹജ്ജുദ് നിസ്കരിക്കുന്ന വീടുകളുണ്ടല്ലോ, ആ വീടുകൾ അല്ലാഹുവിന്റെ അരികിലേക്ക് തിളങ്ങുന്ന നക്ഷത്രമാണെന്ന് റസൂലുള്ളാഹ്. രാത്രിയിൽ തഹജ്ജുദ് നിസ്കാരങ്ങൾ നിർവഹിക്കണം കേട്ടോ. നിസ്കരിക്കണം. ഒരു 2 റക്അത്തെങ്കിലും ചുരുങ്ങിയത്, അധികരിച്ചാൽ എത്ര വേണമെങ്കിലും നിസ്കരിക്കുക. ഒരു ഖീലയാണ് 12 എന്ന് പറയുന്നത്. എത്ര വേണമെങ്കിലും നിസ്കരിച്ചോ. അങ്ങനെ ആ നിസ്കാരം കഴിഞ്ഞ പിന്നെ എന്റെ സഹോദര നമ്മളവിടെ ചെയ്യേണ്ടത് എന്തെന്നറിയോ? നിസ്കാരം കഴിഞ്ഞാ പിന്നെന്താ ചെയ്യേണ്ടത്? ചില ആൾക്കാർ കാണാം തസ്ബീഹ് മാലി എടുത്ത് കാല് ഖിബിലക്ക് നേരെ തിരുതി ഇങ്ങനെ ഉറങ്ങണ കാണാം. ആ സമയത്ത് ഉറങ്ങരുത്. ആ സമയത്ത് ചെയ്യേണ്ട ഏറ്റവും വലിയ അമൽ തസ്ബീഹ് മാല എടുത്തുകൊണ്ട് ദിക്ർ ചൊല്ലലല്ല, ദിക്ർ ചൊല്ലലല്ല. ആ സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനമായ അമൽ എന്ന് പറയുന്നത് ഖുർആൻ പാരായണം ചെയ്യലാണ്, ഖുർആൻ ഓതലാണ് ഏറ്റവും പ്രധാനമായ അമൽ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, രാത്രി സമയങ്ങളിൽ ഖുർആൻ ഓതുമ്പോ ഏറ്റവും ശ്രേഷ്ഠമായ സമയം അത്തായ സമയമാണെന്ന് റസൂലുള്ളാഹ്. പുലർച്ചെ നേരത്ത് ഖുർആൻ ഓദിക്കോ. അപ്പൊ ചില ആളുകൾ പറയും, പൊന്നാര ഉസ്താദ് നിങ്ങൾ പറഞ്ഞ മാതിരിയല്ല, ആ സമയത്ത് ഖുർആൻ ഓതി ഉറക്കം തൂങ്ങും, ആ സമയത്ത് ഖുർആൻ ഓതി ഉറക്കം തൂങ്ങും. അങ്ങനെയുള്ളവരുണ്ടോ? ഖുർആൻ ഓതുമ്പോ ഉറക്കം തൂങ്ങണവരുണ്ടെങ്കിൽ കൈ പൊന്തിച്ചാൽ ഞാനൊരു ദുആ പറഞ്ഞുതരാം. പൊന്തിക്കണ്ട എല്ലാരും ഇങ്ങനെ കത്തിച്ചിനി, ഇങ്ങനെ കത്തിച്ച ബാക്കോട്ട് നോക്കി. അപ്പൊ ആരും പൊന്തിക്കണില്ല ഇൻഷാ അല്ലാഹ്. ചില ആളുകൾക്ക് അങ്ങനെ വരാറുണ്ട്. എന്നിട്ട് അതിന് പരാതി എന്താണെന്നറിയോ? തങ്ങന്മാരും ഉസ്താദന്മാരൊക്കെ എടുത്തു പോകും, ഉസ്താദേ ഞാൻ കഴിഞ്ഞ കൊല്ലം ഖുർആൻ ഓതി 4 ഖത്തം തീർത്തി, ഇനി ഇപ്രാവശ്യം ഞാൻ 1 ഖത്തം വരെ എനിക്ക് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല,
പിന്നെ ഖുർആൻ അങ്ങോട്ട് എടുത്തു വെച്ചാ അപ്പ എനിക്ക് ഉറക്കം തൂങ്ങാ ചെയ്യാ. കണ്ണേറാന്നാ തോന്നുന്നത്, മൂക്കേറാ. കണ്ണേറല്ലോ, കണ്ണേറുണ്ട്, കണ്ണേറുണ്ട്. പക്ഷെ എല്ലാം ആ കണ്ണേറിനെ കുറ്റം പറയരുത്. എല്ലാം കണ്ണേറിനെ കുറ്റം പറയരുത്, ആക്ഷേപിക്കരുത്. ചില ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്നും കച്ചറ, അടിയും പിടിയും നായാട്ടും, പൊരിഞ്ഞ കച്ചറ. എന്നിട്ട് അതിനെന്താ പറയാന്നറിയോ? പൊന്നാരുസ്താദേ നിങ്ങൾ ദ്വാരക്ക് എന്തോര കച്ചറ, വീട്ടിലൊരു സമാധാനമില്ല പൊന്നാരുസ്താദേ, കന്നിമൂലന്റെ തകരാറാന്നാ തോന്നുന്നത്. എന്ത് കന്നിമൂല? കന്നിമൂല ഉണ്ട്, അതിന് തകരാറൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം ആ കന്നിമൂലക്ക് വെച്ചിട്ടരുത്. ചിലതൊക്കെ നമ്മളെ പ്രശ്നമുണ്ട്. പുണ്യ റസൂൽ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല പെണ്ണാരാണ്? പെണ്ണ് നന്നായ റാഹത്തുണ്ടാവും. പെണ്ണ് നന്നായാൽ ഒരു കുഴപ്പവും ആ വീട്ടിൽ വരികയില്ല. ഏറ്റവും നല്ല പെണ്ണാരാണ്? ഹബീബായ നബി തങ്ങൾ പറയുകയാണ് ഖൈറുൻ നിസാ, പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പെണ്ണെന്ന് പറയുന്നത് ഒരു പെണ്ണാണ്. ആരാണ് അവൾ? തഹജ്ജുദ് നിസ്കരിക്കുന്നവളാണോ? അല്ല. ദുഹാ നിസ്കരിക്കുന്നവളാണോ? അല്ല. ദിക്ർ ചൊല്ലുന്നവരാണോ? അല്ല. ഖുർആൻ ഓതുന്നവരാണോ? അല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് വ ഇൻ നദറത ഇലൈഹാ ഫർഹതക, നീ ആ ഭാര്യയിലേക്ക്, നിന്റെ പെണ്ണിലേക്ക് നീ നോക്കുമ്പോ അവൾ നിന്നെ സന്തോഷിപ്പിക്കുന്ന പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭർത്താവ് പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ പുതിയാപ്പളനെ സന്തോഷിപ്പിക്കണം, നല്ല സന്തോഷിപ്പിക്കണം. ഇതില് ഇതുണ്ടോ? അങ്ങോട്ട് LCD ഉണ്ടോ? നല്ല എന്റെ ഉമ്മമാര് നല്ലോണം സന്തോഷിപ്പിക്കണം ഭർത്താവ് നോക്കുമ്പോ. അങ്ങനെ സന്തോഷിപ്പിച്ച് കഴിഞ്ഞാലേ ആ ഭർത്താവിന്റെ കൽബിലേക്ക് അള്ളാഹു സ്നേഹം ഇട്ടുകൊടുക്കും. കാരണം ഒരു മനുഷ്യന്റെ കൽബ് അള്ളാഹുവിന്റെ വിരലുകളുടെ ഇടയിലാണ്. അള്ളാഹുവിന്റെ വിരലുകളുടെ ഇടയിലാണ്. സ്നേഹം ഇട്ടുകൊടുക്കുന്നതും എടുക്കുന്നതൊക്കെ പടച്ചോനാ. സ്നേഹം ഉണ്ടാകുന്ന സാധനമല്ല, അത് ഇട്ടുകൊടുക്കുന്നത് അള്ളാഹുവാണ്. ആ അള്ളാഹു ഭർത്താവിന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കും. അതിന് ഞാൻ തെളിവും പറഞ്ഞുതരാം. അതിനൊരു തെളിവും പറഞ്ഞുതരാം. അല്ലാതെ കന്നിമൂല ധാരാളം എന്നല്ല സഹോദരിമാരെ. നോക്കിക്കേ, തങ്ങൾ പറഞ്ഞത് നല്ലൊരു സ്റ്റോപ്പിലാപ്പുള്ളത്. ഇപ്പോൾ ചെറിയൊരു കളക്ഷൻ ഇപ്പം എടുത്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എല്ലാവരും അവിടെ ഇരിക്കും. കാരണം എല്ലാം ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. പ്രശ്നങ്ങൾ തീരണമല്ലോ, നമ്മുടെ നാട്ടിലുള്ള കുഴപ്പങ്ങളൊക്കെ തീരണം. ഇൻഷാ അല്ലാഹ് തീർക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു 10 മിനിറ്റ് അധികം ചടക്കാതെ അല്ലേ? അക്ബർ എന്നല്ലേ നിങ്ങളുടെ പേര്? ഷാഫി അല്ലേ? എന്താണ് പണ്ടനടക്ക? എന്താണ് പട്ടണടക്ക? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, സഹോദരന്മാർ, ഞാൻ ഇന്ന് തങ്ങൾ വരുന്നതിന് മുമ്പ് തീർക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇൻഷാ അല്ലാഹ് ശൈത്വാൻ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലേക്കേ വരൂല. അത് നമ്മൾ ഉറപ്പിച്ച് തന്നെ ഇരിക്കണം. അതിനുള്ള വിഷയമാണ് ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അപ്പൊ ഏറ്റവും നല്ല പെണ്ണാരാണ്? ഏറ്റവും നല്ല പെണ്ണാരാണ്? നബി തങ്ങൾ പറയുകയാണ് അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭർത്താവിനെ സന്തോഷിപ്പിക്കണം. അപ്പൊ സന്തോഷിപ്പിക്കണം. ഏറ്റവും നല്ല പെണ്ണിന്റെ അടയാളത. പിന്നെയോ ഇൻഷാ അല്ലാഹ് 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഞാൻ തൽക്കാലം അവിടെ വെക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്കൊരു അവസരം ലഭിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സമ്പൂർണ്ണ നിസ്കാര പരിപാടി നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്, LCD സഹിതം. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാം അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, എന്നിട്ടോ സുബ്ഹ് നിസ്കാരത്തിന്റെ തൊട്ട് മുമ്പായി തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ച് ആ തഹജ്ജുദ് കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ പാരായണം നടത്തണം. ഖുർആൻ ഓതുമ്പോ നിങ്ങളുടെ കണ്ണിലേക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ദുആ പറഞ്ഞു തരാം. ആ ദുആ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിക്കോ. ഖുർആൻ ഓതുന്നതിന് മുമ്പ് ഒരു ഉറക്കവും വരികയില്ല. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ
ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖലാഉക അല്ലാഹുമ്മ ഇന്നി أسألك بكل اسم هو لك سميت به نفسك أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري إن الدعاء നടത്തിക്കോ. ഈ ദുആ നടത്തിക്കൊണ്ട് ഒരാൾ ഖുർആൻ പാരായണം നടത്തിയ ആ മനുഷ്യനിക്ക് ഒരു പേജാണ് അവന് ഖുർആൻ ഓതാൻ ആഗ്രഹം വന്നെങ്കിൽ അവൻ അറിയാതെ രണ്ടാമത്തെ പേജ് അവൻ ഓതുന്നതാണ്. ഒരു സൂറത്താണ് ഓതാൻ കരുതിയതെങ്കിൽ രണ്ടാമത്തെ സൂറത്ത് ഓതാനുള്ള ആഗ്രഹം അവന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നതാണ്. ഈ ദുആ ചെയ്തിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം നടത്തിക്കോ. അതും കഴിഞ്ഞ എന്റെ സഹോദര, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നീ നിന്റെ വീട്ടിൽ നിന്ന് വുദൂ ചെയ്തുകൊണ്ട് നേരെ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് അങ്ങ് ചെന്നേ. പള്ളിയിലേക്ക് പോകണം. സുബഹി ബാങ്ക് കൊടുക്കുമ്പോ ആ സമയം വരെ കിടന്നുറങ്ങരുതെന്ന് പറയാൻ കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയാ, ബാങ്ക് വിളിക്കുന്നത് വരെ ഒരാൾ കിടന്നുറങ്ങിയാൽ ഫഖദ് ബാല ശൈത്വാനു ഫീ ഉദ്നിഹി, അവന്റെ രണ്ട് ചെവികളിലും പിശാച് മൂത്രമൊഴിച്ചിരിക്കുന്നു. തീർച്ചയായും മൂത്രമൊഴിച്ചു എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ബാങ്ക് കൊടുക്കുന്നവരെ പറഞ്ഞിരുന്ന ബാങ്ക് ഇങ്ങനെ അല്ലാഹ് കൊടുക്കുമ്പോ ശൈത്താൻ എന്താക്കാണ്? നമ്മുടെ രണ്ട് ചെവികളിലും മൂത്രമൊഴിക്കുന്ന. മനസ്സിലായില്ല? അതിന് മുമ്പ് എഴുന്നേൽക്കണം. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് വുദൂ ചെയ്യണം. നന്മ ആഗ്രഹിക്കുന്ന സഹോദര, നന്നാവണമെന്ന് ചിന്തിക്കുന്ന എന്റെ സഹോദരന്മാരെ, വീട്ടിൽ നിന്ന് വുദൂ ചെയ്തുകൊണ്ട് നീ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നടന്നു പോയിക്കോ. മൻ തതഹറ ഫീ ബൈതിഹി ثم مضى إلى بيت من بيوت الله. ഹബീബാ നബി തങ്ങൾ പറയാ, ആരെങ്കിലും ഒരാൾ അവനവന്റെ വീടുകളിൽ നിന്ന് വുദൂ ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ പള്ളികളിലേക്ക് ഒരാൾ നടന്നിട്ട് പോയാൽ, നടന്നു പോകണം പള്ളിയിലേക്ക്. മനസ്സിലായില്ലേ? നടക്കാൻ കഴിവുള്ളവൻ നടന്നിട്ടാണ് പള്ളിയിലേക്ക് വരേണ്ടത്. പള്ളിയിലേക്ക് എങ്ങാനും ഒരാൾ നടന്നു വന്നാൽ ഹബീബാ നബി തങ്ങൾ പറയാ, വീട്ടിൽ നിന്ന് ആദ്യം എടുത്തു വെക്കുന്ന കാലുണ്ടല്ലോ, ആ കാലുകൊണ്ട് അവന്റെ ജീവിതത്തിൽ നിന്ന് വന്നുപോയ, അവൻ ഹറാമിലേക്ക് നോക്കിയത്, അവൻ ഹറാമ് സംസാരിച്ചു പോയത്, അവൻ ഹറാമിനെ കേട്ടുപോയത് എല്ലാം അല്ലാഹു അവനിക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ. ദോഷം അല്ലാഹു പൊരുത്തപ്പെട്ട് കൊടുക്കുന്ന. വീട്ടിൽ നിന്ന് പള്ളിക്ക് പോകുമ്പോ ആദ്യം എടുത്തു വെക്കുന്ന കാലുകൊണ്ട്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ആദ്യം എടുത്തു വെക്കേണ്ട കാലേതാ? ഇടത്തെ കാലോ? പള്ളിക്കാണ് പോണത്. പള്ളിക്ക് പോകുമ്പോ ഇടത്തെ കാലാണോ വെക്കേണ്ടത്? ഏത് കാല? വലത്തേതോ ഇടത്തേതോ? അതൊരു സംശയമില്ല, ആർക്കും ഉണ്ടാവാറുണ്ട്. ഉംറക്ക് പോകുമ്പോ ചില ആൾക്കാർ ഇടത്തെ കാല് വെക്കുമ്പോ വേറെ ആൾക്കാർ പറയാം, ഉംറക്കല്ലേ പോണത്, ഇടത്തെ കാല് വെക്കാൻ പറ്റൂല, വലത്തെ കാല് വെക്കുന്നത്. ഹജ്ജിന് മുമ്പ് ഇടത്തെ കാലല്ല വെക്കണ, വലത്തെ കാല് വെക്കുന്നു പറയും. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇനി ഒരു സംശയം വേണ്ടതില്ല. വീട്ടിൽ നിന്ന് എങ്ങോട്ട് പുറപ്പെടുകയാണെങ്കിലും, എങ്ങോട്ട് ഇറങ്ങുകയാണെങ്കിലും, അത് കച്ചവടത്തിന് പോവുകയാണ്, ജോലിക്ക് പോവുകയാണ്, പള്ളിക്ക് പോവുകയാണ്, ഉംറക്ക് പോവുകയാണ്, അങ്ങാടിക്ക് പോവുകയാണ്, എങ്ങോട്ട് പോവുകയാണെങ്കിലും വീട്ടിൽ നിന്ന് ആദ്യം എടുത്തു വെക്കേണ്ട കാലത ഇറങ്ങുമ്പോ ഇടത്തെ കാല്. മറക്കുവോ? ഏത് കാല്? ഇടത്തെ കാല്. ഇടത്തെ കാല് എന്ന് പറഞ്ഞാൽ തിരിയില്ലേ? ഇടത്തെ കാലാണ് ആദ്യം എടുത്തു വെക്കേണ്ടത്. മനസ്സിലായില്ല? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ ഞാൻ റസാഖച്ചയോട് ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്താ അറിയോ? ഇവിടെ ഞാൻ ചളി എന്ന് പറഞ്ഞിട്ട് ആദ്യം ചളി ഒഴിവാക്കണം എന്ന് പറഞ്ഞേ, അപ്പൊ എല്ലാരും വിചാരിച്ചത് തണുപ്പ് ഒഴിവാക്കണം എന്ന്. ഏതായിരുന്നാലും അല്ലാഹു സ്വീകരിക്കട്ടെ.
മനസ്സിലായില്ല? ആദ്യം എടുത്തു വെക്കുന്ന കാല് ഇടത് കാലാണ്. ആ കാല് കൊണ്ട് അല്ലാഹു അവന്റെ പാപങ്ങളെല്ലാം അല്ലാഹു പൊരുത്തപ്പെട്ട് കൊടുക്കുന്നതാണ്. രണ്ടാമത് വെക്കുന്ന കാലുണ്ടല്ലോ, ആ കാല് കൊണ്ട് അല്ലാഹു അവന്റെ പദവി ഉയർത്തുകയും ചെയ്യുന്നതാണ്. പദവി ഉയർത്തുകയും ചെയ്യും. അപ്പൊ നടന്നിട്ട് പോണം. മനസ്സിലായില്ല? രാവിലെ എന്ത് ചെയ്യണം? അങ്ങ് നടന്നിട്ട് പോകണം. നടന്നിട്ട് ഇങ്ങനെ പോകും. ചില ആളുകൾ ബൈക്കുമ്മേൽ പള്ളിക്ക് വരും. എന്നിട്ട് പള്ളിയിൽ നിന്ന് എന്താക്കും? സുബഹിയൊക്കെ നിസ്കരിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി ബൈക്ക് വെക്കും. എന്നിട്ട് പിന്നെ രാവിലെ ഒരു നടക്കാൻ പോക്ക്. ഇവിടെ ഉണ്ടത്? രാവിലെ നടക്കാൻ പോലുണ്ടോ? ആ നടക്കാൻ പോലെ രാവിലെ തന്നെ പോരേന്ന് പള്ളിക്കാണ് നടക്കുക. നല്ല കൂലിയാണ്. പക്ഷെ ഞാൻ നടത്തത്തിനെതിരല്ലോ, നല്ലോണം നടക്കണം. വിയർത്തൊലിക്കുന്നത് വരെ നടക്കണം. അതൊക്കെ ആരോഗ്യത്തിന്റെ ഒരു കാരണമാണ്. ആരോഗ്യം നിലനിൽക്കാൻ നല്ലോണം എക്സസൈസ് ചെയ്യണം. അതുകൊണ്ട് എന്റെ സഹോദര, സുബഹിക്ക് പള്ളിയിലേക്ക് നടന്നിട്ട് വരണം. എന്നിട്ടോ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, സുബഹിയുടെ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കണം. നന്മ ഉദ്ദേശിക്കുന്ന മനുഷ്യന്മാരെ സുബഹി ജമാഅത്തായി നിർവഹിക്കണം കേട്ടോ. മൻ സല്ല സുബ്ഹ, ഹബീബായ നബി തങ്ങൾ പറയാണ്, സുബ്ഹ നിസ്കാരം ആരെങ്കിലും ഒരാൾ നിസ്കരിച്ചാൽ എങ്ങനെ? ജമാഅത്തിലായി, ഫകഅന്നമാ സല്ലൽ ലൈല കുല്ലഹു, രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച പ്രതിഫലമുണ്ടല്ലോ, അത് അല്ലാഹു അവരുടെ നന്മയുടെ ഏടിലേക്ക് അല്ലാഹു എഴുതി വെച്ചു കൊടുക്കുമെന്ന് റസൂലുള്ളാഹ്. സുബഹി നിസ്കാരം ജമാഅത്തിലായി നിർവഹിച്ചാൽ, മനസ്സിലായില്ലേ? സുബഹി ജമാഅത്ത് ഉപേക്ഷിക്കരുത്. രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച പ്രതിഫലം അത് കിട്ടണമെങ്കിൽ ഒരു ഷർത്തുണ്ട്. ഇശാ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കണം. ഇശാ ജമാഅത്തായി നിസ്കരിക്കുകയും സുബഹി നിസ്കാരവും ജമാഅത്തായി നിസ്കരിച്ചു കഴിഞ്ഞാൽ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച പ്രതിഫലമുണ്ടല്ലോ, അത് അല്ലാഹു അവർക്ക് കൊടുക്കുമെന്ന് റസൂലുള്ളാഹ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പ, ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കരുത്. പോരാ തീരുന്നില്ല, ഹബീബ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്, ആ സുബഹി നിസ്കാരം കഴിഞ്ഞ പിന്നെ നിങ്ങൾ ഇറങ്ങി ഓടാൻ പാടില്ല. അവിടെ തന്നെ ഇരിക്കണം, ഇറങ്ങി ഓടരുത്. അതുപോലെ തന്നെ വെച്ച കാലിനെ ഇളക്കരുത്. അതിനു മുമ്പായി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് എന്നുള്ള വിശുദ്ധമായ ദിക്റുണ്ടല്ലോ, ആ ദിക്റിനെ 10 തവണ പറഞ്ഞോ. അത് കഴിഞ്ഞാൽ അല്ലാഹുമ്മ അജ്റിനി മിനന്നാർ, അതിനെ 7 തവണയും പറഞ്ഞോ. അത് കഴിഞ്ഞാൽ ആയത്തുൽ കുർസി ഓതിക്കോ. ആയത്തുൽ കുർസി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല സഹോദര, ഇതൊക്കെ നമ്മൾ അറിയുന്ന വിഷയങ്ങളാണ്, നമ്മൾ ചെയ്യുന്നതാണ്. ഇതിന്റെ ഫളായിലുകൾ മനസ്സിലാക്കിക്കോ. ആയത്തുൽ കുർസി കഴിഞ്ഞാൽ പിന്നെ 33 തവണ സുബ്ഹാനല്ലാഹ് 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 33 തവണ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഖുർആനിലുള്ള 114 അധ്യായങ്ങൾ കഴിഞ്ഞാൽ, 114 സൂറത്തുകൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ 4 ദിക്റുകളാണുള്ളത്. ഏതൊക്കെയാണത്? 1 ലാ ഇലാഹ ഇല്ലല്ലാഹ്, 2 സുബ്ഹാനല്ലാഹ്, 3 അൽഹംദുലില്ലാഹ്, 4 അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, തങ്ങൾക്ക് ആരോഗ്യവും ആഫിയത്തും കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് സഹോദരന്മാരെ, സഹോദരിമാരെ, സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് സുബ്ഹാനല്ലാഹ് 33 തവണ പറഞ്ഞോ. നബി തങ്ങൾ പറയാ, ഖുർആൻ കഴിഞ്ഞ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റുകള് 4 എണ്ണമാണ്. അതിൽ നിന്ന് 1 ലാ ഇലാഹ ഇല്ലല്ലാഹ്, 2 സുബ്ഹാനല്ലാഹ്, 3 അൽഹംദുലില്ലാഹ്, 4 അല്ലാഹു അക്ബർ ആണ്. ഖുർആൻ കഴിഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റുകൾ. ഇതിനെ 33 തവണ പറഞ്ഞു കഴിഞ്ഞാൽ നബി തങ്ങൾ പറയുകയാണ്, കടലിലെ തിരമാല കണക്കെയുള്ള പാപങ്ങളുണ്ടല്ലോ, അല്ലാഹു പൊരുത്തപ്പെട്ട് കൊടുക്കുമെന്ന് റസൂലുള്ളാഹ്.
കടലിലെ തിരമാല കണക്കെയുള്ള പാപങ്ങൾ അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുക്കുന്നതാണ്. എന്റെ സഹോദര, അത് പറഞ്ഞതിന് ശേഷം ദുആ ചെയ്യണം. ദുആ കഴിഞ്ഞതിന് ശേഷം എന്റെ സഹോദര എഴുന്നേറ്റോടരുത്. പിശാചിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ കണ്ണുകൊണ്ട് ഹറാമുകൾ നോക്കാതിരിക്കാൻ, നമ്മുടെ ചെവികളെ കൊണ്ട് ഹറാമ് കേൾക്കാതിരിക്കാൻ, നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ളവരെ സംബന്ധിച്ച് ഗീബത്ത് പറയാതിരിക്കാൻ, നമീമത്ത് പറയാതിരിക്കാൻ, ജീവിതത്തിന് നന്മയുടെ വഴിയിലൂടെ ജീവിക്കാൻ മനുഷ്യന്റെ ശത്രുവായ ഇബ്ലീസ് ലഅനത്തുല്ലാഹ് നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ ഒരു 3 ആയത്തുകളുണ്ട്. മഹാനാകുന്ന ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് തങ്ങളാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഈ 3 ആയത്തുകളെങ്ങാനും പ്രഭാത സമയത്തിൽ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഓതിയാൽ ശൈത്താൻമാർ നിന്റെ അരികിലേക്ക് വരികയില്ല എന്ന് മാത്രമല്ല, മരിക്കുന്നത് വരെ ഒരു വസ്വാസ് പോലും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ 3 ആയത്തെന്നറിയോ? അൻആം സൂറത്തിലെ ആദ്യത്തെ 3 ആയത്തുകൾ ഉണ്ടല്ലോ. അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർള വജഅല അദ്ദുലുമാതി വന്നൂർ ثم الذين كفروا بربهم يعدلون هو الذي خلقكم من طين ثم قضى أجلا وأجل مسمى عنده ثم أنتم تمترون وهو الله في السماوات وفي الأرض يعلم سركم وجهركم ويعلم ما تكسبون. മഹാനാകുന്ന ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് തങ്ങൾ ഉദ്ധരിച്ച ഹദീസ് മഹാനായ തഅവ് ഉസ്താദ് പദ്യരൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അൻആം സൂറത്തിന്റെ ആദ്യം നോക്കണേ, 3 ആയത്തുണ്ടത് തക്സിബൂൻ വേറെ ഓതണേ. ഇത് ഹദീസാണ്. 3 ആയത്തുണ്ട് തക്സിബൂൻ വഹുവല്ലാഹു ഫിസ് സമാവാതി വഫിൽ അർള് യഅലമു സിർറക്കും വജഹറക്കും വയഅലമു മാ തക്സിബൂൻ. എന്റെ ഉമ്മമാരെ, ഒന്ന് നന്നാവണം ഉസ്താദേ, അതിനെന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ? എന്റെ ഉപ്പമാരെ, ഒന്ന് നന്നാവണം ഉസ്താദേ, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്ന സഹോദര സഹോദരിമാരെ, ഈ മഹാനായ ശംസുൽ ഉലമയുടെയും കണ്ണിയത്ത് ഉസ്താദിന്റെയും ആണ്ട് നേർച്ച നടക്കുന്ന മഹത്തായ ഈ വിശുദ്ധമായ മാസത്തില്, ഈ വിശുദ്ധമായ സദസ്സിൽ വെച്ചുകൊണ്ട് മഹാന്മാരുടെ താരീഖുകളെല്ലാം പറഞ്ഞ് മഹാനാകുന്ന ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് തങ്ങളെ ഉദ്ധരിച്ച ഹദീസും കൂടെ അവസാനം പറയുകയാണ്. ഈ 3 ആയത്തോതി വന്നാൽ രാവിലെ ശൈത്താന്റെ വസവാസില്ലയെന്നാൽ നിന്നിലേ. ഇത് എല്ലാ ദിവസവും പതിവാക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, അവർ മരിക്കുന്നത് വരെ വസ്വാസ് പോലും അവരിൽ ഉണ്ടാകുകയില്ല, പോരാത്തിരുന്നില്ല. ഇതൊരാൾ പ്രഭാത സമയത്തിൽ ഓതിയാൽ 7-ാം സമായി നിന്നും റബ്ബിറക്കുന്നതാ, ഇരുമ്പിന്റെ ഗദയാൽ ഒരു മലക്ക് വരുന്നതാ. ഇതാരെങ്കിലും ഒരാൾ പ്രഭാത സമയത്തിൽ സുബ്ഹ് നിസ്കാരത്തിന് ശേഷം ഓതിയാൽ 7-ാം ആകാശത്തിന്റെ മുകളിൽ നിന്ന് ഇരുമ്പിനാലുള്ളൊരു ഗദയുമായി ഒരു മലക്ക് അവന്റെ അരികിലേക്ക് കടന്നു വരുന്നതാണ്. എന്തിനാണ് ആ മലക്ക് വരുന്നതെന്നറിയോ? ശൈത്താന്റെ ശല്യമിൽ നിന്നും കാക്കും തന്നത് എന്നുള്ളതാ തിരു മുസ്തഫ പറയുന്നത്. അന്നത്തെ ദിവസം ശൈത്താൻ അവന്റെ അരികിലേക്ക് വരികയില്ല. അന്നത്തെ ദിവസം അവൻ ലോകത്തോട് വിട പറഞ്ഞു പോകുകയാണെങ്കിൽ അവന്റെ ഈമാൻ പിഴപ്പിക്കാൻ ഇബ്ലീസ് ലഅനത്തുള്ള കടന്നു വരികയില്ല. ഈ പ്രഭാത സമയത്തിൽ ഓതിയിട്ടാണ് അവൻ ലോകത്തോട് വിട പറഞ്ഞു പോയതെങ്കിൽ അവന്റെ ജനാസയുണ്ടല്ലോ പള്ളിപ്പറമ്പിൽ കൊണ്ടുവന്ന് വെച്ച് അവന്റെ ജനാസ മൂടുകല്ലും ഖബറിലേക്ക് അങ്ങ് താഴ്ത്തി, മൂടുകല്ലുകൾ വെച്ച് മണ്ണ് വാരിയിട്ട് മീസാൻ കല്ലുകൾ കൊത്തി ആടുകളെല്ലാവരും ദുആ ചെയ്ത്
എല്ലാവരും മടങ്ങി പോരുമ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞല്ലോ വഇദാ ജാഅകൽ അലീമാനിൽ കരീമാനിൽ മുസമ്മയാനി ബിമുൻകരിൻ വനകീർ അലൈഹിമസ്സലാം ഫഐകലാക വഅജ്ലസാക വസലാക. രണ്ട് ഭീകരന്മാരായ മുടികൾ മുഴുവനും കാൽപാദം വരെ നീണ്ടുകിടക്കുന്ന പൂച്ച കണ്ണുകളുള്ള ഇടിനാളം പോലെ ശബ്ദമുള്ള കണ്ടാൽ പേടി തോന്നുന്ന മുൻകർ എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ കണ്ടാൽ പേടി തോന്നുന്നത് എന്നാണ്. നക്കീർ എന്ന് പറഞ്ഞാൽ മുൻ പരിചയമില്ലാത്തതെന്ന അർത്ഥമുള്ളത്. ഈ രണ്ട് മാത്തുക്കളായ മാലാഖന്മാർ ഭീകരമായ ശബ്ദത്തോടുകൂടെ അവരുടെ നാവുകൾ ഇടിമിന്നൽ പോലെയുള്ള നാവുകളാണ്. അവരുടെ ശബ്ദങ്ങൾ ഇടിനാളം പോലെ ശബ്ദമാണ്. കേട്ടാലും കണ്ടാലും പേടിച്ചു പോകുന്ന അവരുടെ മുൻപല്ലുകളിൽ നിന്ന് അവരുടെ തേറ്റപ്പല്ലുകള് തായ് ഭാഗം വരെ നീണ്ടു കിടക്കുന്നുണ്ട്. ഭൂമി ഇളക്കി മറച്ചുകൊണ്ടാണ് അവർ ഖബറിലേക്ക് വരുന്നത്. എന്നിട്ടോ എന്റെ ഉമ്മമാരെ, ഉറങ്ങിക്കിടക്കുന്ന നമ്മളെ അവർ വിളിച്ചുണർത്തുകയാണ്. നിന്നെ അവര് വിളിച്ചുണർത്തുകയാണ്. എന്നോട്ട് നിന്നോട് അവർ ചോദ്യം തുടങ്ങുകയാണ്. എന്താ ചോദിക്കുന്നത്? മൻ റബ്ബുക, മൻ റബ്ബുക, റബ്ബുക, ആരടാ നിന്റെ റബ്ബ്, ആരടാ നിന്റെ റബ്ബ് എന്ന് ചോദിക്കുമ്പോ എന്റെ സഹോദര മനസ്സിലുറപ്പിച്ചോ എന്റെ ഉമ്മമാരെ, പിശാചാകുന്ന മനുഷ്യന്റെ ശത്രുവാകുന്ന ഇബ്ലീസ് ലഅനത്തുള്ളാഹി ഉണ്ടല്ലോ, ഹബീബാ നബി തങ്ങൾ പറയാ പിടപ്പിക്കാൻ അവിടെയും കടന്നു വരുന്നതാണ്. അവിടെയും കടന്നു വരും. നക്കീർ എന്ന് പറയപ്പെടുന്ന മലക്കിന്റെ ബാക്കിൽ ഇബ്ലീസ് നിൽക്കും. എന്നിട്ട് നക്കീർ ചോദിക്കുമ്പോ ആരാ പെങ്ങളെ നിന്റെ റബ്ബെന്ന് ചോദിക്കുമ്പോ നമ്മൾ അല്ലാഹു റബ്ബി എന്ന് പറയാനിരിക്കുമ്പോ പിശാച് ബാക്കിൽ നിന്ന് ആംഗ്യം കാണിക്കുന്നതാ. നിനക്കുള്ള റബ്ബാരെന്ന് ചോദിക്കുന്നതാ. ഇബ്ലീസുടൻ തന്നെ വിടവെളിവാകുന്നതാ. ഞാനെന്ന് പറയാനും അവൻ ചൂണ്ടുന്നടാ എന്നുള്ളതും തിരു മുസ്തഫ പറയുന്നതാ. എന്റെ കൊച്ചു പെങ്ങളെ, എന്റെ ഉമ്മമാരെ, എന്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, ഖബറിൽ വെച്ചുകൊണ്ട് ഇബ്ലീസ് നമ്മെ പഠിപ്പിക്കുന്നതാണ്. നക്കീറിന്റെ ബാക്കിൽ നിന്ന് ഇബ്ലീസ് പിശാച് ലഅനത്തുല്ലാഹ് അവൻ പറയുന്നതാണ്, ഞാനാണെന്ന് പറഞ്ഞോ നിന്റെ ഇലാഹ്, ഞാനാണെന്ന് പറഞ്ഞോ, ഞാനാണെന്ന് പറഞ്ഞോ. അങ്ങനെയും നമ്മെ പഠിപ്പിക്കുന്ന ഇബ്ലീസ് ഉണ്ടല്ലോ, ശൈത്വാന്റെ ശല്യമിൽ നിന്നും കാക്കും തന്നത് എന്നുള്ളതാതിരോ മുസ്തഫ പറയുന്നത്. എന്റെ സഹോദര, ജീവിതത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാ ഞാൻ ഈ പറയുന്നത്. മരണത്തിന്റെ സമയത്തുള്ള രക്ഷയ്ക്ക് വേണ്ടിയാ പറയുന്നത്. പോരാ, മരണം കിടന്ന് ഖബറിൽ കിടക്കുമ്പോ അവിടെയും നമ്മെ പിടപ്പിക്കാൻ വരുന്ന മനുഷ്യന്റെ ശത്രുവായ ഇബ്ലീസ് ലഅനത്തുള്ളാഹിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാ പറയുന്നത്. അല്ലാഹുവേ, ഈ വിശുദ്ധമായ മജ്ലിസിന്റെ ഫദ്ൽ കൊണ്ട് ഞങ്ങൾ ആ ശൈത്താന്റെ ശർറിൽ നിന്ന് കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.